ഇത് പ്രശ്നമാവോ? എനിക്ക് പേടിയുണ്ട് രാജു. അമ്മായിയുടെ പേരിൽ കേസ് കൊടുത്തതും അകത്താക്കിയതും. അമ്മായി അച്ഛനെ മയക്കി വശത്താക്കി വെച്ചിരിക്കുക. അമ്മായിക്ക് എന്തെങ്കിലും പറ്റിയ അച്ഛന് സഹിക്കാനാവില്ല. മറ്റാരെക്കാളും വലുതാ അച്ഛൻ അമ്മായി. ശരിയാ, അമ്മയും സാറും തമ്മിലുള്ള ശത്രുത ഇതോടെ ഇരട്ടിക്കും. എന്നെ അറ്റാക്ക് ചെയ്തതിന്റെ പേരില അമ്മ കേസ് കൊടുത്തത്. അത് വേണ്ടായിരുന്നോ? ഇത് പുലിവാലാവും. അപ്പോ അമ്മ സ്റ്റേഷനിൽ വരൂ രാജു. പരാതിക്കാരി അമ്മയല്ലേ? ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ അമ്മയെ ജാമ്യത്തിലെടുക്കാൻ ചെല്ലുമ്പോ അച്ഛനും അമ്മയും തമ്മിൽ കണ്ടുമുട്ട രാജു. അവന് നേർക്കുനേർ കണ്ട പ്രശ്നങ്ങളുണ്ടാവും. ഷുവറ. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിന്നെ അന്ന് ഞാൻ വെറുതെ വിട്ടത് ഒരു വലിയ തെറ്റായി പോയി ഇപ്പൊ തോന്നുവാ. നിങ്ങളെന്നെ വെറുതെ വിട്ടതൊന്നുമല്ലല്ലോ, ഞാൻ രക്ഷപ്പെട്ടതല്ലേ. കാലം കരുതി വെക്കുന്നത് അംബികെ, വിതച്ചത് കൊയ്യണം. എന്റെ കോലോത്ത് അടിച്ചു തെളിക്കാരിയും പാൽ കച്ചവടക്കാരിയുമായിരുന്നവളാ നീ. അന്നു മുതൽ ഇന്ന് വരെ നീ ചെയ്തു കൂട്ടിയതിനൊക്കെയും ദൈവത്തിന്റെ മുന്നിൽ ഒരിക്കലും കണക്ക് പറയേണ്ടി വരും. അത് മനസ്സിലാക്കിക്കും. അതിന് സാക്ഷിയാകാനാ ദൈവം എന്റെ ആയുസ് നീട്ടിത്തന്നത്. നിന്റെ ആയുസ് ഒടുങ്ങുന്നതേ എന്റെ കൈകൊണ്ടായിരിക്കും. ഇതേ SP ഓഫീസാ. നിന്റെ വെല്ലുവിളി CCTV പകർത്തുന്നുണ്ട്. അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ശരി മാഡം. അതെ, നിങ്ങളെ രണ്ടുപേരെയും മാഡം വിളിക്കുന്നുണ്ട്. കുറ്റം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇരുത്തി സൽക്കരിക്കാനൊന്നുമല്ല. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? അംബികാവർമ്മേ, നിങ്ങളുടെ പല കലാപരിപാടികളെ കുറിച്ചും ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. കലാപരിപാടികളൊക്കെ നടത്തുന്നതേ ഞാനല്ല. ദേ ഇവളാ. ഇവള് ഈ ഡാൻസുകാരി. ഷട്ട് അപ്പ്. മൈൻഡ് യുവർ വേർഡ്സ്. മാഡം പറയൂ. ഇത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രതാപ വർമ്മ കൂടി ഉൾപ്പെട്ട ഒരു ഫാമിലി ഇഷ്യൂ ആണ്. കുടുംബ പ്രശ്നങ്ങളും സ്വകാര്യതകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമാക്കണോ? അവർ ആഴ്ചകളോളം എടുത്തിട്ട് അലക്കും. ചാനൽ പേഷ്യൻസിന് വിരുന്നുമാവും. എന്താ വേണോ? ഇതൊരു കൊലപാതക ശ്രമമാണ്. രാജു എന്ന ചെറുപ്പക്കാരന് നേരെ നടന്ന വധശ്രമം. രാജു എന്റെ മകളുടെ ഭർത്താവാ. ഈ ഗൂഢാലോചനയുടെ പിന്നില് ഇവരാ, അംബിക. ഇത്തരത്തിലുള്ള കൊലപാതക ശ്രമം ഇവരിതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. രാജുവിനോടും എന്റെ മകളോടും. ഇവര് മാസങ്ങളോളം എന്നെയും ഒരു തടവറയിൽ ഇട്ടിട്ടുണ്ട്. ഇവര് പണ്ട് നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നില്ലേ? അതെ, അതിന്റെ നന്ദിയാണല്ലോ ഇവരീ കാണിക്കുന്നത്. മാഡം, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാ നിങ്ങൾ എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത വിശുദ്ധയൊന്നും അല്ലല്ലോ. അവിടെ നിൽക്ക്. മാഡം, ഇപ്പൊ നടന്ന ഈ മർഡർ അറ്റംപ്റ്റില് ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ഒരു പക്ഷേ എനിക്ക് കോടതിയിൽ തെളിയിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇങ്ങനൊരു കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത്
രാജുവിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിട്ടാ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. വിശ്വസിക്കുന്നവരെ ചതിക്കുന്നത് നിന്റെ പണിയാണല്ലോ. നീ ഞങ്ങളെ മാത്രമല്ല, നിന്റെ കൂടപ്പിറപ്പിനെ വരെ ചതിച്ചുകൊണ്ടിരിക്കുവോ. ആരാരെയാ ചതിക്കുന്നതെന്നും ചതിച്ചതെന്നുമേ എല്ലാവർക്കും അറിയാം. ദേ, ആ കഥയൊന്നും ഇവിടെ വിളമ്പണ്ട. ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് വിട്ടേക്ക്. മാഡം വരൂ. നിക്ക്. ഇത് ഞാൻ എന്റെ മനസ്സിലെ ചുമന്ന മഷി കൊണ്ട് എഴുതി വെക്കും. നമുക്ക് കോടതി വെച്ച് കാണാം. കേട്ടോടി പത്മാവതി വർമ്മേ. നിന്റെ ഈ വെല്ലുവിളി ഞാനും വരവ് വച്ചിരിക്കുന്നു. അംബിക വർമ്മ.